മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 5 വയസ്സുകാരി ചികിത്സയിൽ. രോഗം സ്ഥിരീകരിച്ചതായി ബന്ധുക്കൾ. രോഗത്തിന് മരുന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കാനുള്ള സാധ്യത തേടി ആരോഗ്യവകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി മേഘ ചേരുന്നുണ്ട്. മേഘ, വിശദാംശങ്ങൾ. മലപ്പുറം സ്വദേശിനിയായ 5 വയസ്സുകാരിക്കാണ് ഇപ്പോൾ അമീബ ശരീരത്തിൽ എത്തിയതിനു പിന്നാലെയുള്ള അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. ഈ മലപ്പുറത്ത് മുന്നിയൂരിൽ ഒരു കുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് പെൺകുട്ടിക്ക് പനി വരുന്നത്. പനിയെ തുടർന്ന് മലപ്പുറത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ കാണിക്കുന്നു. എന്നാൽ പിന്നീട് പനി മാറാത്ത സ്ഥിതിയും കടുത്ത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മുൻപും ഈ രോഗം കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ആരോഗ്യവകുപ്പ് ഈ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന് എത്തിക്കാനുള്ള ശ്രമം ആണ് നടത്തുന്നത്. നിലവിൽ ഈ കുട്ടി ഇപ്പോൾ വെന്റിലേറ്റർ സഹായത്തോടെ കഴിയുന്നു. അതിനൊപ്പം 4 കുട്ടികൾക്കും സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടികളുടെ ബന്ധുക്കളെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ആവണി, മേഘ, എന്തൊക്കെയാണ് ഈ രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ? ആവണി, അതായത് ഈ ഒരു പൊതു കുളത്തിൽ നിന്നാണ്, പഞ്ചായത്ത് കെട്ടി നിർമ്മിച്ചു കൊടുത്ത ഒരു പൊതു കുളത്തിൽ നിന്നാണ് കുളിക്കുന്നത്. അതിനു പിന്നാലെ ഈ പെൺകുട്ടിക്ക് പനി അനുഭവപ്പെടുകയായിരുന്നു. കടുത്ത പനി വന്നു. അതിനുശേഷം പനി മാറിയ സാഹചര്യമുണ്ടായി. പക്ഷേ അതിനു പിന്നാലെ കടുത്ത തലവേദന അനുഭവപ്പെട്ടതായി ബന്ധുക്കൾ പറയുന്നു. ഇതേ തുടർന്ന് വിട്ടുമാറാത്ത പനിയും അതിനൊപ്പം തലവേദനയും വന്നതിനെ തുടർന്നാണ് കുട്ടി വീണ്ടും ചികിത്സ തേടുന്നത്. അപ്പോഴേക്ക് ഈ രോഗാണു മൂക്കിലൂടെയാണ് നേരെ തലച്ചോറിൽ പ്രവേശിക്കുന്നത്. അതാണ് രോഗകാരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ കുട്ടി കുളിക്കാൻ എത്തിയ ഈ കുളം അതിന്റെ പ്രദേശത്തെ കുളം ഉൾപ്പെടെ മലപ്പുറത്ത് നിലവിൽ അടച്ചുപൂട്ടിയ, ആളുകളെ പ്രവേശിപ്പിക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. അതായത് നല്ല ചൂടുള്ള സമയത്ത് വെള്ളത്തിന് നേരിയ ചൂടും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കുട്ടികൾ ഉൾപ്പെടെ 4 കുട്ടികൾ ഈ കുളത്തിൽ കുളിക്കുന്നത്. അപ്പോൾ രോഗാണുക്കൾ മൂക്കിലൂടെ തലച്ചോറിലേക്ക് കയറിയതാകാം എന്നതാണ് നിലവിൽ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും കടുത്ത പനിയെ തുടർന്നാണ് ഈ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. മറ്റു കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ മാത്രമാണ് നിലവിൽ ഉള്ളത്. ആവണി, ശരി, മേഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.